കാശ് വേണ്ടാത്ത കെഎസ്ആർടിസി ബസ്സില് സ്ത്രീകള് തള്ളിക്കയറുന്നുവെന്ന ഗതാഗത മന്ത്രി സി.പി. ജോണിന്റെ വിവാദ പരാമർശത്തിന് മറുപടിയുമായി മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വെറുതെയിരിക്കുന്ന സ്ത്രീകളോട് തങ്ങള് അധികാരത്തില് വന്നാല് ഏത് ബസ്സിലും എവിടെ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് അവര് സൗജന്യത്തിനുവേണ്ടി ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്ന് പറയുകയാണെന്ന് ഗണേഷ് കുമാർ ഫേസ്ബുക്ക് കുറിപ്പില് പ്രതികരിച്ചു. ഈ സർക്കാര് ആർക്കുവേണ്ടിയാണ് ഭരിക്കുന്നതെന്നും 3 മാസം കൊണ്ട് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് സർക്കാരെ എന്ന മുന്നറിയിപ്പും ഗണേഷ് കുമാർ നൽകുന്നുണ്ട്. വോട്ട് പിടിച്ച് കാര്യം നടന്നു കഴിഞ്ഞപ്പോള് നാമമാത്രമായ ബസ്സുകളില് മാത്രം സൗജന്യയാത്ര ചെയ്തോളൂ എന്ന് പറയുക, എന്നിട്ട് ബസ്സുകളില് സൗജന്യയാത്ര ചെയ്യുമ്പോള് പൈസയുണ്ടെങ്കിലും സൗജന്യമായതുകൊണ്ട് തള്ളിക്കയറുന്നുവെന്ന് പറഞ്ഞ് സ്ത്രീകളെ അധിക്ഷേപിക്കുകയാണെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു. ഗണേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം: വെറുതെയിരുന്ന സ്ത്രീകളോട് അധികാരത്തില് വന്നുകഴിഞ്ഞാല് എവിടെ വേണമെങ്കിലും ഏതു ബസ്സിലും എപ്പോൾ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞു വോട്ടു പിടിക്കുക, കാര്യം നടന്നുകഴിഞ്ഞപ്പോള് നാമമാത്രമായ ബസ്സുകളില് മാത്രം സൗജന്യയാത്ര ചെയ്തോളൂ എന്ന് പറയുക. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നിട്ട് ആ ബസ്സുകളില് സൗജന്യയാത്ര ചെയ്യുമ്പോൾ പൈസയുണ്ടെങ്കിലും സൗജന്യമായതുകൊണ്ട് തള്ളിക്കയറുന്നു എന്നു പറഞ്ഞു സ്ത്രീകളെ അധിക്ഷേപിക്കുക, സൗജന്യത്തിനുവേണ്ടി ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്ന് പറയുക. ഈ സർക്കാര് ആർക്കുവേണ്ടിയാണ് ഭരിക്കുന്നത്? 3 മാസം കൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് സർക്കാരെ. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന് സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ഗതാഗത മന്ത്രിയുടെ വിവാദ പരാമർശം. കാശ് വേണ്ടാത്ത കെഎസ്ആർടിസി ബസ്സില് സ്ത്രീകള് തള്ളിക്കയറുന്നു. ബസ്സിന് കാശില്ലാത്ത സ്ത്രീകള് സ്വകാര്യ സ്കൂളില് കുട്ടികളെ വിടും. എന്നാല് ആശുപത്രിയുടെ കാര്യം വരുമ്പോള് ഇതേ സ്ത്രീകള് പണമില്ലാത്തതിനാല് സർക്കാര് ആശുപത്രിയില് വരാന്തയില് കിടക്കുമെന്നുമായിരുന്നു സി.പി. ജോണിന്റെ പരാമർശം. അഭിനയം ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവനായി പണക്കാരനും അല്ലെങ്കിൽ പണക്കാരനായി പാവപ്പെട്ടവനും അഭിനയിക്കുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത പെരുമാറ്റം, ബസ്സിന് പണമില്ലാത്ത സ്ത്രീകള് സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. സർക്കാര് സ്കൂളുകളില് സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നു. ആശുപത്രിയുടെ കാര്യമാകുമ്പോൾ ഇതേ സ്ത്രീകള് അച്ഛനും അമ്മയുമായി സർക്കാർ ആശുപത്രി വരാന്തയില് കിടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതാണ്. ബസ് വന്നാല് കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടില് തള്ളിക്കയറും, അസുഖം വന്നാല് പണമില്ലാത്തതിനാല് സ്വകാര്യ ആശുപത്രിയില് പോകാന് പേടിയാണ്. പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം എന്നീ 3 കാര്യങ്ങളില് കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതാണ്. പ്രിയദർശിനി വന്നപ്പോൾ പ്രിയദർശിനി കാത്തുനിന്ന് തിക്കിത്തിരക്കി ആളുകൾ പോകുന്നതിന്റെ കാരണം നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യാല് കാശില്ലാത്തതുകൊണ്ടാണ് എന്നായിരുന്നു സി.പി. ജോണിന്റെ വാക്കുകൾ.